മലപ്പുറം കാളികാവിൽ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂറിനെ നരഭോജി കടുവ കൊലപ്പെടുത്തി ഭക്ഷിച്ച സംഭവം ആർക്കും പെട്ടെന്ന് മറക്കാനാകില്ല. പിന്നാലെ ഈ കടുവയെ പിടികൂടാനുള്ള ദൗത്യമായിരുന്നു. ഒരു മാസത്തിലേറെ കഴിഞ്ഞിട്ടും നിരാശയായിരുന്നു ഫലം. ഒടുവിൽ നീണ്ട 53 ദിവസങ്ങൾക്ക് ശേഷം നരഭോജി കടുവ കൂട്ടിലായി. വനം വകുപ്പ് വെച്ച കെണിയിൽ നരഭോജി കടുവ വീഴുകയായിരുന്നു. ഇക്കഴിഞ്ഞ മെയ് 15-ാം തീയതിയാണ് ചോക്കാട് കല്ലാമൂല പാലത്തിങ്ങലിലെ ഗഫൂറിനെ കടുവ പിടികൂടി ഭക്ഷിച്ചത്. തുടർന്ന് ആ നാട് മുഴുവൻ ഭീതിയുടെ മുൾമുനയിലായിരുന്നു. തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ കടുവയെ പിടികൂടാനുള്ള ദൗത്യം ആരംഭിച്ചു. എന്നാൽ നീണ്ട 53 ദിവസങ്ങൾ ഈ കടുവ ഉദ്യോഗസ്ഥരെയും നാട്ടുകാരെയും ഭീതിയിലാഴ്ത്തി പ്രദേശത്ത് സ്വൈര്യവിഹാരം നടത്തുകയായിരുന്നു. അടുത്ത കാലത്തുണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ കടുവാ ദൗത്യമെന്നാണ് അധികൃതർ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഈ കടുവയെ പിടികൂടാനായി മെയ് അവസാനത്തോടെ വെച്ച കൂട്ടിൽ ഒരു പുലി കുടുങ്ങിയിരുന്നു. കേരള എസ്റ്റേറ്റ് C1 ഡിവിഷനിൽ സ്ഥാപിച്ച കൂട്ടിലാണ് പുലി വീണത്. അതിന് പിന്നാലെയാണിപ്പോൾ നരഭോജി കടുവയെ കൂട്ടിലാക്കാൻ കഴിഞ്ഞത്. സുഹൃത്തായ അബ്ദുൾ സമദ് കണ്ടു നിൽക്കെയാണ് കടുവ ഗഫൂറിനുമേൽ ചാടി വീണ് കഴുത്തിനു പിന്നിൽ കടിച്ചു വീഴ്ത്തി വലിച്ചിഴച്ചു കൊണ്ടുപോയി കൊന്നു തിന്നത്. തുടർന്ന് പ്രദേശത്ത് 20 അംഗങ്ങൾ വീതമുള്ള 3 RRT സംഘങ്ങളായി കടുവയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയും കൂട് സ്ഥാപിക്കുകയും ചെയ്തു. ലൈവ് സ്ട്രീമിംഗ് ക്യാമറകൾ, ഡ്രോണുകൾ, 3 കൂടുകൾ എന്നിവ പ്രദേശത്ത് സ്ഥാപിച്ചു. 2 കുങ്കിയാനകൾ, 3 വെറ്റിനറി ഡോക്ടർമാർ എന്നിവരും ദൗത്യത്തിന്റെ ഭാഗമായിരുന്നു.